ജീവാംശം ആരോഗ്യവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അശ്രദ്ധയും അനാസ്ഥയും എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സാധാരണ ഇത് മിക്കവാറും എല്ലാ ആൾക്കാരിലും വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഉറക്കം വരിക, ആ സമയത്ത് ആ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറുടെ ഇപ്പം നമുക്ക് നിർത്താം, ഇച്ചിരി കഴിഞ്ഞിട്ട് നിർത്താമെന്ന് പറഞ്ഞ് ആ വണ്ടി ഇങ്ങനെ മുമ്പോട്ടേ ഓടിച്ചുകൊണ്ടേ ഇരിക്കും. ആ സമയത്ത് ഇയാൾ അറിയാതെ തന്നെ ഉറക്കം വരികയും ഒരു വലിയ അപകടം ഉണ്ടായി ഒരുപാട് പേര് കൊണ്ട് പുറകെ വാഹനത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് അപകടം ഉണ്ടായി മരണപ്പെടുന്നു. അതേസമയം ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉടനെ വണ്ടി മാറ്റി നിർത്തി ഒരു 5 മിനിറ്റ് സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ കുറച്ചുകൂടെ സ്റ്റിമുലൻ്റായി മിടുക്കനായി വണ്ടി ഓടിക്കാൻ സാധിക്കും. പിന്നെ കുറച്ച് സമയത്തേക്ക് അയാൾക്ക് ഉറക്കം വരികയില്ല. അങ്ങനെയുള്ള അശ്രദ്ധയെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള അശ്രദ്ധയെക്കുറിച്ചാണ് ഞാൻ കൂടുതലും പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് തുണി കഴുകുന്നതിന് വേണ്ടി വലിയ ചരുവുമ്പോൾ വലിയ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുക, കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിന്ന് തുണി കഴുകിക്കൊണ്ടിരിക്കുക. ആ സമയങ്ങളിൽ പെട്ടെന്ന് ഒരാവശ്യം വരുമ്പോൾ ആ കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് പെട്ടെന്ന് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ പുറത്ത് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ആരുമില്ലാത്ത സമയത്ത് ആ കുഞ്ഞ് ആ വെള്ളത്തിൽ വീണ് മരണപ്പെടുന്നു. ഇതൊരു അശ്രദ്ധയല്ലേ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യ കാര്യമാണ്. അതിൽ മറ്റൊരു വിഷയമാണ് നമ്മുടെ ഭവനങ്ങളിലെ സ്റ്റൗ. അതായത് രാവിലെ ഓടിച്ചെന്ന് ധൃതിയിൽ ചെന്ന് സ്റ്റൗ ഓപ്പൺ ചെയ്യുന്നു, ഓണാക്കുന്നു. പക്ഷേ അതിൻ്റെ അടിവശം തുറന്നിട്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഗ്യാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് നമ്മൾ സ്റ്റൗ ഓണാക്കുമ്പോൾ പെട്ടെന്ന് തീ ആടിപ്പടർന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അപകടം ഉണ്ടാകാം. അതേസമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെ നമ്മൾ ആ ജനൽ തുറന്നിട്ടതിന് ശേഷം അടിവശം ആദ്യം നമ്മൾ ലോക്ക് ചെയ്യേണ്ട കാര്യം ഒരു വീട്ടമ്മയുടെ കടമയാണ്. ആ ജനൽ തുറന്നിട്ടതിന് ശേഷം മാത്രമേ ആ സ്റ്റൗ ഓണാക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. അതുപോലെ തന്നെ മറ്റ് ആൾക്കാർ നമ്മുടെ സാരി ചുറ്റിക്കൊണ്ട് തീയുടെ മുമ്പിൽ തീയിടുന്നത് കാണാം. ഒരുപാട് പേരുടെ സാരിയെ തീ പിടിച്ച് വലിയ അപകടത്തിലേക്കുണ്ടാകാം. അതേസമയം തീയോട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ആ സാരിയിൽ കുറച്ച് നനഞ്ഞ വെള്ളം ഒഴിച്ചതിന് ശേഷം ആണ് തീയുടെ അടുത്ത് നിൽക്കുന്നതെങ്കിൽ ചാടിപ്പടച്ച് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടും. അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന സംഭവമാണ്. അശ്രദ്ധയും അനാസ്ഥയുമാണ് ഇന്നത്തെ ടോപ്പിക്ക്. മറ്റൊരു വിഷയം നാം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഇലക്ട്രിക് അയൺ ഉപയോഗിക്കുന്നു, തേക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്നു. ആ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഒരിക്കലും നമ്മൾ ഇലക്ട്രിക് അയൺ അത് ഓണാക്കിയിട്ട് തേക്കാൻ പാടില്ല. എപ്പോഴത് ചൂടായി കഴിഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തേക്കാവൂ. ചിലരങ്ങനെയല്ല, അശ്രദ്ധയോടുകൂടി ഓണാക്കിയിട്ടിട്ട് തേക്കുന്നു. കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രിക് കറണ്ട് പോകുന്നു, അവരവിടെ നൂത്ത് വെക്കുന്നു. അവർ മറ്റെന്തെങ്കിലും ജോലിക്ക് വേണ്ടി അവിടെ പോകുന്നു. വീണ്ടും കറണ്ട് വരുന്നവർ ശ്രദ്ധിക്കുന്നില്ല. ആ അയൺ പെട്ടെന്ന് ചൂടായി വളരെ ബേണായി ചിലപ്പോൾ ഒരു പക്ഷേ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു വിഷയം ഇതുപോലെ തന്നെ വേറൊരു വിഷയം നമ്മൾ പറയാം. മിക്കവാറും എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ടല്ലോ. ചിലർ രാത്രി കാലങ്ങളിൽ ഈ മൊബൈൽ ഫോൺ കുത്തിയിട്ടിട്ട് കിടന്നു തുടങ്ങുന്നു. നേരം വെളുക്കുമ്പോഴായിരിക്കും അത് ചാർജ് ഫുൾ നിറയും. പക്ഷെ അത് വലിയ തെറ്റാണ്. ഏത് മൊബൈൽ ഫോണായാലും കൂടിപ്പോയാൽ മാക്സിമം നമ്മൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുതൽ ഒരു കാരണവശാലും നമ്മൾ കുത്തിയിടാൻ പാടില്ല. ചിലർ ഫുള്ള് കുത്തിയിട്ട് അത് കുറേ ചൂടായി അത് ഒരുപക്ഷെ വലിയ തീ പിടിച്ച് പൊട്ടിത്തെറിക്കുന്ന വിശേഷം ഉണ്ടായിട്ടുണ്ട്. പലരും അത് ശ്രദ്ധിക്കുന്നില്ല. അതൊരു അശ്രദ്ധയല്ലേ? നമ്മൾ ശ്രദ്ധയോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വേറൊരു വിഷയം കൂടെ പറയാനുള്ളത്. നമ്മുടെ വെള്ളം ടാങ്കുകളിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, വെള്ളം നിറയ്ക്കുന്നു. ഒരു പക്ഷേ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് ആ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് കാണാൻ സാധ്യത. പക്ഷേ കറണ്ട് അങ്ങ് പോകും. ഇലക്ട്രിസിറ്റി ഏത് സമയത്തും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല. അവരങ്ങ് പോകും. ഒരു പക്ഷേ അത് ഓർക്കാതെ അവർ സ്വിച്ച് ഓൺ ആക്കിയിട്ടിട്ട് കറണ്ട് പോയി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും.
ഒരു പക്ഷേ അവർ എവിടെയെങ്കിലും യാത്ര ചെയ്ത് വരുമ്പോഴോ പകുതി ചെല്ലുമ്പോഴായിരിക്കും ഓർക്കുക, അയ്യോ വെള്ളം ഓഫ് ചെയ്തില്ലല്ലോ. തിരിച്ച് സാധാരണ സംഭവിക്കുന്നതാണ്. നമ്മുടെ അശ്രദ്ധ അല്ലെങ്കിൽ അനാസ്ഥ കൊണ്ട് തന്നെയല്ലേ അത് വെള്ളം നിറഞ്ഞ് ഒഴുകി മുഴുവൻ അവിടെ എല്ലാ പ്രദേശം മുഴുവൻ വെള്ളം വീഴാൻ സാധ്യത കൂടുതലുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അനാസ്ഥകൾ നമ്മൾ ഒഴിവാക്കുവാൻ ഈ വീഡിയോ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലുള്ള ചില അനുഭവങ്ങളുണ്ട്, അവയെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ ജീവിതം ഭദ്രമായി തീരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.